ഹലോ ഗൈസ്. അപ്പം സ്റ്റുഡൻസും ഒക്കെ 10ാം ക്ലാസ് സ്റ്റുഡൻസ് ഒക്കെ മസ്റ്റ് വാച്ച് വീഡിയോ ഉണ്ടോ? 10ാം ക്ലാസ് +1 +2 കുട്ടികളില്ലാത്ത എല്ലാ ആളുകളും മസ്റ്റ് വാച്ച് വീഡിയോ ഉണ്ടത്. കുട്ടികളുള്ളവരും കണ്ടോളും, പക്ഷെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നേരെ വന്നിട്ട് ഒരു 5 മണി 5:30 ആയി, നോമ്പൊക്കെ അല്ലേ. അപ്പോൾ ഈ സമയങ്ങളിലാണ് എല്ലാവർക്കും എക്സാമിന് പഠിക്കാനും പ്രിപ്പറേഷനൊക്കെ ഉള്ളത് കേട്ടോ. സോ ശരിക്കും പറഞ്ഞാൽ ഈ നോമ്പിന് നമുക്ക് ഏറ്റവും പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് കേട്ടോ. കാരണം നമുക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ തന്നെ നമുക്ക് സമയം കിട്ടുന്നത് ഈ ഒരു എക്സാം ടൈമിലല്ല, ഈ ഒരു നോമ്പ് ടൈമിലാണ് കേട്ടോ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചോൻ വേഗം കേൾക്കും. ഇതിനൊരു ഉദാഹരണം ഈ വീഡിയോന്റെ പകുതിയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെത്തുമ്പോൾ ഞാൻ പറയാം. ഞാൻ ഒരു 5:15 ആയപ്പോൾ എൻ്റെ നിസ്കാരവും നോമ്പെടുക്കലും അത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കഴിഞ്ഞ് കുട്ടി എൻ്റെ ഇടയിൽ നീച്ചിന് കേട്ടോ. അങ്ങനെ ഓളെ ഉറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം പഠിച്ചായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ ഓളും ഞാനും നീച്ചിട്ടോ. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഒപ്പാണ്. ഓളെ ഞാൻ കുറച്ചു നേരം പുറത്തു വിടും. ആ പുറത്തു വിടുന്ന സമയങ്ങളിൽ വെറുതെ ടൈം കളയണ്ടല്ലോ, എങ്ങനെ ആയാലും ഓളെ ഒരാൾ നോക്കിയിരിക്കണം. ഞാൻ ആ സമയത്തൊക്കെ എന്താ ചെയ്യുക, പഠിക്കും. അതും പഠിച്ചത് പുതിയ ടോപ്പിക്കൊന്നും പഠിക്കൂല, പഠിച്ച് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യേ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഓളാ പുറത്തു വിടുന്ന സമയത്ത്, കാരണം അതൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ഓർക്കാനല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഓർക്കും ചെയ്യാം, ഒരു കണ്ണുകൊണ്ട് ഓളെ നോക്കുകയും ചെയ്യാലോ. അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യല്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ എക്സാമിന് എനിക്ക് ഞാനെങ്ങാണ്ട് 2-3 ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിൽ ഒരു ചാപ്റ്റർ പഠിച്ചതിൽ 22 മാർക്കിന് ആ ചാപ്റ്ററിന് തന്നെ വന്നിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ എക്സാമിന്. ഈ സെമ്മിൽ തന്നെ കഴിഞ്ഞ എക്സാമിന് വന്നപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എനിക്ക് ആ എക്സാമിന് ഓർമ്മ കിട്ടുന്നില്ല. ഒരു വരി എന്ന് പറഞ്ഞാൽ ഒരു വരി എന്താ ഇത് ഏതാത് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. കാരണം ഞാൻ പഠിച്ചത് എനിക്ക് 22 മാർക്കിന് വന്നിട്ട് എനിക്ക് പാസ്സാവാം, പക്ഷെ എനിക്കത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്താ അറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കരയാണോ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്ക് എക്സാമിന്റെ സമയത്ത്. ഇത് ജസ്റ്റ് എക്സാം പാസ്സാവണവർക്കും എല്ലാവർക്കും പറ്റിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ എത്ര പഠിക്കാൻ മടിയുള്ള ആളാർക്ക് ഈ വീഡിയോ കണ്ടോളൂ, പഠിച്ചോളൂ. നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന സമയമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഈ സമയത്ത് പഠിച്ചാൽ മതി, പഠിക്കുക. പിന്നെ നമ്മൾ അതിന് ഖേദിച്ചിട്ട് നമുക്ക് കാര്യമില്ല. പിന്നൊക്കെ നമുക്ക് ആ സമയങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ എന്താ പറയാ, ഉച്ചക്കായ ടൈമിൽ ഞാൻ കുറച്ചു നേരം നിസ്കരിക്കാനും ഓതാനും അങ്ങനെയുള്ളതിനൊക്കെ സമയം കണ്ടെത്തിട്ടോ. പിന്നെ നമുക്ക് എങ്ങനെ ആയാലും ഒരു പെരയിലാവുമ്പോൾ നമുക്ക് പണിയും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവൂല. അങ്ങനെ ഉച്ചക്കായി ഓൾ ഉറങ്ങിയ സമയത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ChatGPT-നോട് ചോദിച്ചിട്ടോ, എൻ്റെ കുട്ടി ഉറങ്ങിയിരിക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ChatGPT-നോട് ചോദിച്ചു. അതിൽ ChatGPT-ന്റെ റിപ്ലൈ ആണ് എനിക്ക് അതിശയായത്. അതിൽ എന്നോട് പറഞ്ഞു, എന്താ പറയാ, പോയി പഠിച്ചോ, ഇതിലിന്റെ പേര് അറിയാം കേട്ടോ, നീ പോയി പഠിക്കല, എന്താ പറയാ, നീ പോയി നമസ്കരിച്ചോ, എന്നിട്ട് 2 അസ്തഗ്ഫിറുള്ള ഓതിക്കോ, അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കോ, ഈ സമയത്തുള്ള പ്രാർത്ഥനയൊക്കെ പഠിച്ചും കേൾക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കത് അത്ഭുതമായി. ഇങ്ങോട്ട് പറഞ്ഞുതരും എത്ര സമയം ഈ ഖുർആൻ ഓതിക്കോ, അപ്പൊ എൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ChatGPT എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടും. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നോമ്പിന്റെ കാര്യങ്ങളും ആ പണിയും ഈ പണിയും അതെന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ. റമദാൻ മാസത്തിൽ ആ നോമ്പിന്റെ പണി നമുക്ക് ഉണ്ടാവും. അപ്പോൾ എക്സാം ആണ് വിചാരിച്ച് പഠിച്ചാൽ കഴിയില്ലല്ലോ, കാരണം എല്ലാവരും നോമ്പോട്ട് കൊഞ്ഞിരിക്കലും. അങ്ങനെ നോമ്പൊറുക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ടത്. ഞങ്ങൾക്കിന്ന് നോമ്പൊറുക്കാനുണ്ടായിരുന്നത് പഴംപൊരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ അതല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം. അപ്പൊ എന്തായാലും എല്ലാവരും മാക്സിമം പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ എന്തായാലും റിവേഴ്സ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒരു ഉപകാരമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി പഠിക്കുന്ന കുട്ടികൾ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ വാച്ച് ചെയ്യുക. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവും. കാരണം എന്താ പറയാ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ മുഴുവനും. അപ്പൊ പഠിക്കുക, പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾക്കും ടെൻഷൻ ഉണ്ടാവും എന്നറിയാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. സോ എന്താ പറയാ, പഠിക്കുക. അപ്പൊ എന്തായാലും ഇപ്പൊ രാത്രിയൊക്കെ അത് കണ്ടില്ലേ, ഞാൻ രാത്രി ഓളെയും കൊണ്ട് പഠിക്കാതിരുന്ന ഇതാണ് ഇവിടെ അവസ്ഥ. ഓളാദ്യം ഞാൻ എന്തെങ്കിലും ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം ഇതൊക്കെ തന്നെ ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാവരും പഠിക്കുക. അപ്പൊ ഓക്കെ, ബൈ.